Welcome to the new chapter of EC Learning, powered by Elegant Central. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications. ഈ വീഡിയോയിലൂടെ ഇന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഒന്നാമത്തെ പാഠഭാഗമായ നോ ദ പ്ലാന്റ്സ് വേർഡ് ക്ലോസ്ലി എന്ന പാഠത്തിലെ 2ാം ഭാഗമാണ്. നാം എല്ലാവരും ഓർക്കിഡ് ചെടികൾ കണ്ടിരിക്കുമല്ലോ. അവയുടെ പ്രത്യേകതകൾ എന്താണ്? അവയ്ക്ക് വളരാൻ മണ്ണ് വേണ്ട, അല്ലേ? തൂക്കിയിട്ട പലകയിൽ ചകിരിയും മറ്റും കെട്ടിവെച്ചാണ് ഇവ വളർത്തുന്നത്. മറ്റുള്ളവ മരശിഖരത്തിലുമാണ് വളർത്തുന്നത്. Orchids are grown on hanging wooden planks tied with materials like coconut fiber. ഈ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ആദ്യ ചിത്രത്തിൽ വേരുകൾ അന്തരീക്ഷത്തിൽ തൂങ്ങിക്കിടക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിലോ മരത്തിൽ പറ്റിപ്പിടിച്ചാണ് ഈ ചെടികൾ വളരുന്നത്. രണ്ടിനും വളരാൻ മണ്ണിന്റെ ആവശ്യമില്ല. അപ്പോൾ ഇവയൊക്കെ എങ്ങനെയാണ് വളരുന്നത്? ഇവയ്ക്ക് എവിടുന്നാണ് ആവശ്യത്തിനുള്ള ആഹാരം കിട്ടുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. മറ്റു സസ്യങ്ങളിൽ താങ്ങ് കണ്ടെത്തി അവയ്ക്ക് ദോഷം വരുത്താതെ വളരുന്ന ഹരിത സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. അതായത് എപ്പിഫൈറ്റ് ഈസ് ആൻ ഓർഗാനിസം that grows on the surface of the plant. However, it won't make any harm to the host plant as they absorb moisture from atmosphere. They grow on other plants for physical support or for shelter only. അതായത് എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹരിത സസ്യമാണ്, ഒരു പ്ലാന്റ് ആണ്. അതായത് പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്, ഹരിത സസ്യമാണ്. അത് ഒരിക്കലും അത് താങ്ങിനായി വളരാൻ ഒരു മരത്തെയാണ് ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലാന്റിനെയാണ് ആശ്രയിക്കുന്നത്. ആ പ്ലാന്റിന് ഒരിക്കലും ഒരു ഹാംഫുൾ ആയിട്ട് എഫക്റ്റ് വരുത്താതെ അന്തരീക്ഷത്തിൽ നിന്ന് ജലാംശം അതായത് മോയിസ്ചർ സ്വീകരിച്ച് സ്വയം ആഹാരം നിർമ്മിച്ചാണ് എപ്പിഫൈറ്റുകൾ വളരുന്നത്. ഒരു താങ്ങിന് വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഇത്തരം പ്ലാന്റ്സിനെ പറയുന്ന പേരാണ് എപ്പിഫൈറ്റുകൾ. അതായത് എപ്പിഫൈറ്റ് ഈസ് ആൻ ഓർഗാനിസം ദാറ്റ് ഗ്രോസ് ഓൺ ദ സർഫസ് ഓഫ് എ പ്ലാന്റ്. പ്ലാന്റിന്റെ സർഫസിൽ പറ്റിപ്പിടിച്ചാണ് ഇവ വളരുന്നത്. However, it won't make any harm to the host plant. ഒരിക്കലും ആതിഥേയ സസ്യത്തിന് ഒരു ഹാമും വരുന്നില്ല, ഒരു ദോഷവും വരുത്താതെ അന്തരീക്ഷത്തിൽ നിന്ന് മോയിസ്ചർ അതായത് ജലാംശം സ്വീകരിച്ചാണ് എപ്പിഫൈറ്റുകൾ വളരുന്നത്. As they absorb moisture from atmosphere. They grow on other plants for physical support or for shelter only. അവർക്കൊരു താങ്ങിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒരു ഷെൽട്ടറിന് വേണ്ടി മാത്രമാണ് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. അതില് ഈ സസ്യം അതായത് എപ്പിഫൈറ്റ് ഏത് മരത്തിലാണോ ഇത്തരം ചെടികൾ വളരുന്നത് ആ മരത്തെയാണ് ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്, അഥവാ ആതിഥേയ സസ്യം. അതായത് ദ ട്രീ ഓൺ വിച്ച് ദേ ലീവ് ഈസ് കോൾഡ് ഹോസ്റ്റ് പ്ലാന്റ്. അതായത് ഈ എപ്പിഫൈറ്റ് പറ്റിപ്പിടിച്ച് വളരുന്ന ആ മരമുണ്ടല്ലോ, ആ മരത്തെയാണ് ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. എപ്പിഫൈറ്റിന് ഉദാഹരണമാണ് വാണ്ട അഥവാ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന മരവാഴ. മരവാഴയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് വാണ്ട. അതായത് ഈ സസ്യങ്ങൾ
മറ്റു മരത്തിൽ ഒരു താങ്ങിന് വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ഒരിക്കലും മറ്റു സസ്യങ്ങൾക്കത് ദോഷകരമായിട്ട് ബാധിക്കുന്നില്ല. ഈ മരവാഴ അഥവാ വാണ്ട എന്ന ചെടിയിൽ അതൊരു ഓർക്കിഡ് പോലത്തെ ചെടിയാണ്. അത് മറ്റു സസ്യങ്ങളിൽ പറ്റിപ്പിടിച്ചാണ് വളരുന്നത്. ആ വേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ വാണ്ടയുടെ വേര്, അതായത് മരവാഴയുടെ വേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? നല്ല കട്ടിയുള്ള തടിച്ച വേരുകളാണ്, തിക്ക് റൂട്ട്സ് ആണ്. ഈ റൂട്ട്സ് ആണ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ജലം മരവാഴയ്ക്ക് ആവശ്യം, അതിൻ്റെ ആ പ്ലാന്റിന് ആവശ്യമായ മരവാഴയ്ക്ക് ആവശ്യമായ ജലാംശം അറ്റ്മോസ്ഫിയറിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. വാണ്ട ഈസ് എ കോമൺ ടൈപ്പ് ഓഫ് ഓർക്കിഡ്. ഇതൊരു ഓർക്കിഡിന്റെ ടൈപ്പിൽ പെടുന്ന ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. ദേ ഗ്രോ ഓൺ അനദർ പ്ലാന്റ്. വാണ്ട അതായത് മരവാഴ വേറൊരു പ്ലാന്റിന്റെ മുകളിലാണ് വളരുന്നത്. ഒബ്സർവ് ഇറ്റ്സ് തിക്ക് റൂട്ട്സ്. അതിന്റെ തിക്ക് റൂട്ട്സ് നോക്കൂ. ദീസ് റൂട്ട്സ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം അറ്റ്മോസ്ഫിയർ. ഈ റൂട്ട്സ് ആണ് അന്തരീക്ഷത്തിൽ നിന്ന് ജലാംശം സ്വീകരിക്കുന്നത്. ദീസ് പ്ലാന്റ്സ് ക്യാൻ ഗ്രോ ഈവൻ വിത്തൗട്ട് സോയിൽ. ഈ പ്ലാന്റിന് മണ്ണിന്റെ ആവശ്യമില്ല. ദീസ് പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ അതർ പ്ലാന്റ്സ് ഓൺലി ഫോർ ഷെൽട്ടർ. ഈ പ്ലാന്റ്സ് ഒരു താങ്ങിന് വേണ്ടി മാത്രമാണ് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് എപ്പിഫൈറ്റ്. അപ്പം മരവാഴ ഒരു എപ്പിഫൈറ്റ് ആണ്. എന്തുകൊണ്ടാണ് മരവാഴ ഒരു എപ്പിഫൈറ്റ് ആണെന്ന് പറയുന്നത്? അവ താങ്ങിന് വേണ്ടി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ദീസ് പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ അതർ പ്ലാന്റ്സ് ഓൺലി ഫോർ ഷെൽട്ടർ. ഓൺലി ഫോർ ഷെൽട്ടർ. ഷെൽട്ടറിന് വേണ്ടി മാത്രം, താങ്ങിന് വേണ്ടി മാത്രം. അത് ആതിഥേയ സസ്യം അഥവാ ഹോസ്റ്റ് പ്ലാന്റിന് ഒരു ദോഷവും ചെയ്യുന്നില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കുക. നിങ്ങൾ നമ്മുടെ മാവിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ഇത്തിക്കണ്ണി കണ്ടിട്ടില്ലേ? ഇത്തിക്കണ്ണിക്ക് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ലൊറാന്തസ്. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. ഹാവ് യു സീൻ ദ ലൊറാന്തസ് ദാറ്റ് ഗ്രോസ് ഓൺ മാംഗോ ട്രീ? ഈസ് ദ ഗ്രോത്ത് ഓഫ് ലൊറാന്തസ് ഓൺ ദ മാംഗോ ട്രീ ബെനിഫിഷ്യൽ? വൈ? അതായത് ഈ പറ്റിപ്പിടിച്ച് മാംഗോ ട്രീയിൽ, അതായത് മാവിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ലൊറാന്തസ് പ്ലാന്റ് അഥവാ ഇത്തിക്കണ്ണീനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവ മാവിന് ബെനിഫിഷ്യലാണ്. അത് ഗുണകരമാണോ? അവയുടെ വളർച്ചയ്ക്ക് അത് ഗുണകരമാണോ? അതോ അവർക്ക് ദോഷമാണോ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? ഇതാണ് ചോദ്യം. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇത്തിക്കണ്ണിയൊക്കെ പറ്റിപ്പിടിച്ച് വരുന്ന മാവ് അല്ലെങ്കിൽ മാവിൻ്റെ തണ്ടൊക്കെ ഉണങ്ങി ശോഷിച്ച് നിൽക്കുന്നുണ്ടാവും, ഇല്ലേ? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ മരവാഴയിൽ എങ്ങനെ കണ്ടത്? അതൊരു ഷെൽട്ടറിന് വേണ്ടി മാത്രമാണ് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. മരവാഴ പറ്റിപ്പിടിച്ച് വളരുന്ന മരം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ ഉണങ്ങിയിട്ടൊന്നുമല്ല, നല്ല അതുപോലെ തന്നെ നല്ല എനർജറ്റിക് ആയിട്ടായിരിക്കും മരം തന്നെ നിൽക്കുന്നുണ്ടാവുക. എന്നാൽ നമ്മുടെ ഇത്തിക്കണ്ണിയെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാവൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, മരമൊക്കെ ഉണങ്ങിയിട്ടാവും നിൽക്കുന്നുണ്ടാവുക. ഇങ്ങനെ അധികം ഒരു ഇതില്ലാണ്ട്. എന്തുകൊണ്ടായിരിക്കാം? ഈവൻ ദോ ലൊറാന്തസ് ഹാസ് ലീവ്സ് ആൻഡ് റൂട്ട്സ്. ലൊറാന്തസിന് ഇലകളുമുണ്ട് റൂട്ട്സുമുണ്ട്. ഇറ്റ് പ്രിപ്പയർ ഫുഡ്. അത് തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യും. അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. അതായത് ആതിഥേയ സസ്യത്തിൽ നിന്ന് മിനറൽസും വാട്ടറും അബ്സോർബ് ചെയ്യുന്നു. അതാണ് ലൊറാന്തസ് പ്ലാന്റ് ചെയ്യുന്നത്. എന്നാൽ മരവാഴ എന്താ ചെയ്യുന്നത്? അന്തരീക്ഷത്തിൽ നിന്ന്, അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് മോയ്സ്ചറും ഒക്കെ സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് അത് ആഹാരം നിർമ്മിക്കുന്നത്. ലൊറാന്തസ് പ്ലാന്റ് അഥവാ ഇത്തിൽക്കണ്ണി എങ്ങനെയാണ് ചെയ്യുന്നത്? ആതിഥേയ സസ്യം അതായത് ഹോസ്റ്റ് പ്ലാന്റ്, അത് വളരുന്ന ഏത് സസ്യത്തിന്റെ പുറത്താണോ അത് വളരുന്നത്, ആ സസ്യത്തിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മിനറൽസും വാട്ടറും ഒക്കെ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ അത് ലൊറാന്തസ് പ്ലാന്റ് ഹോസ്റ്റ് പ്ലാന്റിന് ഗുണകരമാണോ ദോഷമാണോ ചെയ്യുക? ദോഷമാണ് ചെയ്യുക, അല്ലേ?
അപ്പോൾ ഇത്തരം സസ്യങ്ങളെ നമുക്കൊരു പേര് വിളിക്കാം. ഇനി ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മൂടില്ലാത്താളി, അതായത് ഇങ്ങനെ വേര് പോലെ, മഞ്ഞ കളറിൽ വേര് പോലെ ഇങ്ങനെ ചെടിയിലൊക്കെ ആകെ പടർന്നു പിടിച്ചിട്ട് കാണപ്പെടുന്ന ഒരു സസ്യമാണിത്. ഇവയ്ക്കൊരു യെല്ലോയിഷ് ഗ്രീൻ കളറാണ് അല്ലേ. ഇവ ആതിഥേയ സസ്യം അഥവാ ഹോസ്റ്റ് പ്ലാന്റ്. ഇത് പറ്റിപ്പിടിച്ച് വളരുന്ന ആ സസ്യത്തിന് ഗുണമാണോ ദോഷമാണോ ചെയ്യുക, ഹാം ചെയ്യുമോ, നമുക്ക് നോക്കിയാലോ. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കസ്ക്യൂട്ട ഈസ് എ ലൈറ്റ് യെല്ലോയിഷ് ഗ്രീൻ ക്ലൈംബർ വിച്ച് സ്പ്രെഡ്സ് ഓവർ എ പ്ലാന്റ്. ഡസ് ദിസ് ക്ലൈംബർ ബ്രിങ് എനി ഹാം ടു ദ ഹോസ്റ്റ് പ്ലാന്റ്? അതായത് ഹോസ്റ്റ് പ്ലാന്റ് ആതിഥേയ സസ്യത്തിന് എന്തെങ്കിലും ഹാം ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും മൂടില്ലാത്താളി. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. മൂടില്ലാത്താളി വളരുന്ന സസ്യം പറ്റിപ്പിടിച്ച് വളരുന്ന സസ്യത്തിന് ഹാംഫുൾ ആണോ? യെസ്, അതിങ്ങനെ ആ വേരുകൾ വന്ന് നിറഞ്ഞ് അതിനെ ഇങ്ങനെ ഇറുക്കി കളയും അല്ലേ, മൊത്തം ഇങ്ങനെ പടർന്നു പിടിക്കും. അപ്പം അത് ഹാംഫുൾ അല്ലേ? അതെ, യെസ്. ദിസ് ക്ലൈംബർ ബ്രിങ് ഹാം ടു ദ ഹോസ്റ്റ് പ്ലാന്റ്. ഹോസ്റ്റ് പ്ലാന്റിന്, അതായത് ആതിഥേയ സസ്യത്തിന് ഹാംഫുൾ ആണ്. ബിക്കോസ് ദീസ് പ്ലാന്റ്സ് അബ്സോർബ് ഫുഡ് ഡയറക്ട്ലി ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. അതായത് നമ്മുടെ ലൊറാന്തസ് പ്ലാന്റ് ചെയ്യുന്ന പോലെ വാട്ടറും മിനറൽസ് ഒന്നും വലിച്ചെടുക്കില്ല. നേരിട്ട് ഫുഡ് തന്നെയാണ് വലിച്ചെടുക്കുന്നത്. അതായത് ഹോസ്റ്റ് പ്ലാന്റ് നിർമ്മിക്കുന്ന, ആതിഥേയ സസ്യം നിർമ്മിക്കുന്ന ആഹാരം നേരിട്ട് വലിച്ചെടുത്തിട്ടാണ് ഇത്തരം മൂടില്ലത്താളി പോലത്തെ ഇത്തരം സസ്യങ്ങളൊക്കെ വളരുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഹാംഫുൾ ആണെന്ന് ആലോചിച്ച് നോക്കിക്കേ അല്ലേ. അപ്പോൾ ലൊറാന്തസ് പ്ലാന്റും കസ്ക്യൂട്ടയും തമ്മിൽ എന്താ വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്ക്. ലൊറാന്തസ് പ്ലാന്റ് ജലവും ലവണങ്ങളും, അതായത് മിനറൽസും വാട്ടറുമാണ് ആതിഥേയ സസ്യം അഥവാ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. എന്നാൽ കസ്ക്യൂട്ട എന്താ ചെയ്യണേ? ഫുഡ്, അതായത് ഹോസ്റ്റ് പ്ലാന്റ് നിർമ്മിക്കുന്ന ആതിഥേയ സസ്യം നിർമ്മിക്കുന്ന ഫുഡ് നേരിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. absorb food directly from the host plant. അപ്പം അത് ഹാംഫുൾ ആണോ? അതെ, ഹാംഫുൾ ആണ്. നമ്മൾ ലൊറാന്തസ് പ്ലാന്റും കസ്ക്യൂട്ട പ്ലാന്റിനെ കുറിച്ച് പഠിച്ചു. അവ എങ്ങനെയാണ് വളരുന്നത്, ദോഷം ചെയ്യുമോ, അതായത് ഹോസ്റ്റ് പ്ലാന്റിന്, അതായത് ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുമെന്നൊക്കെ കണ്ടു. ഇങ്ങനെ ഫുഡിനും ഷെൽട്ടറിനും വേണ്ടിയിട്ട് ഹോസ്റ്റ് പ്ലാന്റിനെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ പറയുന്ന പേരാണ് പാരസൈറ്റ്സ്. എന്താണ് പാരസൈറ്റ്സ്? പാരസൈറ്റ്സ് ആർ plants that grows on the surface of the host plant for food and shelter. അതായത് ഫുഡിനും ആഹാരത്തിനും ഷെൽട്ടറിനും താങ്ങിനും, അതായത് താമസിക്കാനും വേണ്ടി ഹോസ്റ്റ് പ്ലാന്റ് അഥവാ ആതിഥേയ സസ്യത്തെ ആശ്രയിക്കുന്ന ഇത്തരം സസ്യങ്ങളെ പറയുന്ന പേരാണ് പാരസൈറ്റ്സ്. ഓക്കെ, ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? കസ്ക്യൂട്ട പ്ലാന്റ്, ലൊറാന്തസ് പ്ലാന്റ്, പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഏറ്റവും വലിയ ഫ്ലവർ റഫ്ലേഷ്യ. ഇതും ഇങ്ങനെ മറ്റു സസ്യങ്ങളെ ഫുഡിനും ഷെൽട്ടറിനും വേണ്ടി ആശ്രയിക്കുന്ന ഒരു പ്ലാന്റ് ആണ്, റഫ്ലേഷ്യ. ഓക്കെ, അപ്പൊ എപ്പിഫൈറ്റും പാരസൈറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? എപ്പിഫൈറ്റ് എന്തിനു വേണ്ടിയിട്ട്? എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞ സസ്യം എങ്ങനെയാണ് വളരുന്നത്? അതൊരു ഷെൽട്ടറിന് വേണ്ടി മാത്രം, താമസിക്കാൻ വേണ്ടി മാത്രമാണ്. അത് ഹോസ്റ്റ് പ്ലാന്റിന് ഹാംഫുൾ ആണോ? അല്ല, അത് ഷെൽട്ടറിന് വേണ്ടിയിട്ട് മാത്രം. അത് അന്തരീക്ഷത്തിൽ നിന്ന് മോയ്സ്ചർ സ്വീകരിച്ചിട്ടാണ് അത് ആ സസ്യം വളരുന്നത്. എന്നാൽ പാരസൈറ്റ്സ് എന്താ? ഫുഡിനും ഷെൽട്ടറിനും വേണ്ടിയിട്ട് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. അപ്പോൾ അത് ഹാംഫുൾ ആണോ? അതെ, ഹാംഫുൾ ആണ്. ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? എക്സാമ്പിൾസ്: കസ്ക്യൂട്ട പ്ലാന്റ്, ലൊറാന്തസ് പ്ലാന്റ്, റഫ്ലേഷ്യ. ലൊറാന്തസ് പ്ലാന്റും
കസ്ക്യൂട്ടാസ് പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചു. എന്താണ്? ലൊറാന്തസ് പ്ലാന്റ് എങ്ങനെയാണ്? മോയ്സ്ചറും മിനറൽസും ആണ് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. അത് സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ലൊറാന്തസ് പ്ലാന്റ്. എന്നാൽ കസ്ക്യൂട്ട പ്ലാന്റ് എങ്ങനെയാണ്? ഹോസ്റ്റ് പ്ലാന്റ് നിർമ്മിക്കുന്ന ആഹാരം, അതായത് ഹോസ്റ്റ് പ്ലാന്റ് നിർമ്മിക്കുന്ന ഫുഡ് നേരിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡിനും ഷെൽട്ടറിനും വേണ്ടിയിട്ടാണ് ഈ രണ്ട് സസ്യങ്ങളും മറ്റു പ്ലാന്റുകളെ ആശ്രയിക്കുന്നത്. ഇതിനെയാണ് പറയുന്നത് പാരസൈറ്റ്സ്. നമ്മൾ പാരസൈറ്റ്സ് എന്താന്ന് പഠിച്ചില്ലേ? ഈ പാരസൈറ്റ്സ് രണ്ട് തരമുണ്ട്. സെമി പാരസൈറ്റ്സ് ഉണ്ട്, ടോട്ടൽ പാരസൈറ്റ്സും ഉണ്ട്. സെമി പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അർദ്ധപരാതങ്ങളും ഉണ്ട്, ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ പരാതങ്ങളും ഉണ്ട്. പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പരാത സസ്യം. ഓക്കെ, അപ്പോൾ എന്താണ് സെമി പാരസൈറ്റ്സ് എന്ന് നോക്കാം. പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് water and minerals from the host plant and prepare their own food with the help of their leaves are known as semi-parasites. Example, Loranthus. നമ്മൾ ലൊറാന്തസ് പ്ലാന്റിന്റെ കാര്യം കണ്ടു. എന്താണ് ലൊറാന്തസ് പ്ലാന്റിന്റെ പ്രത്യേകത? ഒന്നുകൂടി പറഞ്ഞേ. അവ ജലവും ലവണങ്ങളും, മിനറൽസും ഫുഡും ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് നേരിട്ട് അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ തന്നെ ലീവ്സിൽ വെച്ചിട്ട്, അതിൻ്റെ തന്നെ ഇലകളിൽ വെച്ചിട്ട് സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അവയാണ് സെമി പാരസൈറ്റ്സ് അഥവാ അർദ്ധപരാതങ്ങൾ. ഉദാഹരണമാണ് ലൊറാന്തസ് പ്ലാന്റ്, അതായത് ഇത്തിൽ കണ്ണി. അപ്പൊ സെമി പാരസൈറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ജലവും ലവണങ്ങളും, വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് and prepare their own food with the help of their leaves are known as semi-parasites. Example, Loranthus. ഇനി എന്താണ് ടോട്ടൽ പാരസൈറ്റ്സ് നോക്കാം. അതായത് പൂർണ്ണപരാതങ്ങൾ. പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് ഫുഡ് directly from the host plant are total parasite. എന്താണ്? ഫുഡ് നേരിട്ട് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് ടോട്ടൽ പാരസൈറ്റ്. അവർ ആഹാരമൊന്നും നിർമ്മിക്കില്ല. ഹോസ്റ്റ് പ്ലാന്റ് നിർമ്മിച്ച ആഹാരം അവർ വലിച്ചെടുക്കുന്നു. അതിന് ഉദാഹരണം നമ്മൾ പഠിച്ചു. എന്താണ്? മൂടില്ലാത്തളി അഥവാ കസ്ക്യൂട്ട പ്ലാന്റ്. ഓക്കെ, ബോത്ത് സെമി പാരസൈറ്റ്സ് ആൻഡ് ടോട്ടൽ പാരസൈറ്റ്സ് ഹാം ദ ഹോസ്റ്റ് പ്ലാന്റ്. സെമി പാരസൈറ്റും ടോട്ടൽ പാരസൈറ്റും ഹോസ്റ്റ് പ്ലാന്റിന് ഹാംഫുൾ ആണ്, ഗുണകരമല്ല, ദോഷകരമായിട്ടേ ബാധിക്കുള്ളൂ. ജലവും ലവണങ്ങളും വലിച്ചെടുത്താലും ഫുഡ് നേരിട്ട് വലിച്ചെടുത്താലും രണ്ടും ദോഷമല്ലേ. അപ്പോൾ പാരസൈറ്റുകൾ ഹോസ്റ്റ് പ്ലാന്റിൽ വളരുന്നത് വളരെ ദോഷകരമാണ്. ഇനി അടുത്തത് വരുന്നതാണ് സാപ്രോഫൈറ്റ്സ്. നമ്മൾ കൂണ് പോലത്തെ കുറേ സസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഇപ്പം എന്തെങ്കിലും അഴുക്ക് പോലത്തെ, അതായത് ജീർണിച്ച വസ്തുക്കളൊക്കെ കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പൂപ്പല് പോലത്തെയോ അല്ലെങ്കിൽ കൂണ് പോലത്തെ എന്തെങ്കിലുമൊക്കെ മുളച്ചു പൊന്തി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവയെയാണ് സാപ്രോഫൈറ്റ് എന്ന് പറയുന്നത്. അതായത് ദ പ്ലാന്റ്സ് ഇൻ വിച്ച് ദേ ഗ്രോ ബൈ അബ്സോർബിങ് ന്യൂട്രിയൻസ് ഫ്രം ഡീകമ്പോസ്ഡ് മാറ്റർ. ജീർണിച്ച വസ്തുക്കളിൽ നിന്നും ലവണങ്ങളൊക്കെ സ്വീകരിച്ച് വളരുന്ന സസ്യങ്ങളാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ദ പ്ലാന്റ്സ് ഇൻ വിച്ച് ദേ ഗ്രോ ബൈ അബ്സോർബിങ് ന്യൂട്രിയൻസ് ഫ്രം ഡീകമ്പോസ്ഡ് മാറ്റർ. ഡീകമ്പോസ്ഡ് മാറ്റർ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഡീകമ്പോസ്ഡ് മാറ്റർ ആണ് ഡീകമ്പോസ്ഡ് മാറ്ററിൽ നിന്ന് ലവണങ്ങൾ സ്വീകരിച്ച് വളരുന്ന സസ്യങ്ങളാണ് സാപ്രോഫൈറ്റ്സ്. അതിനുദാഹരണങ്ങളാണ് നമ്മൾ താഴെ ചിത്രങ്ങൾ കണ്ടില്ലേ, നിയോട്ടിയ, മോണോട്രോപ്പ, അവയുടെ ചിത്രങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. അവയ്ക്ക് ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി സാപ്രോഫൈറ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. There is no chlorophyll pigment present in the saprophyte. സാപ്രോഫൈറ്റുകൾക്ക് ഹരിതകം എന്ന വസ്തു പിഗ്മെന്റ് അടങ്ങിയിട്ടില്ല. സാപ്രോഫൈറ്റിൽ ഹരിതകം ഉണ്ടായിരിക്കില്ല.
ദേ അബ്സോർബിങ് ന്യൂട്രിയൻസ് ഫ്രം ഡീകമ്പോസ്ഡ് മാറ്റർ. അതായത് ജീർണിച്ച വസ്തുക്കളിൽ നിന്ന് ലവണങ്ങൾ സ്വീകരിച്ചിട്ടാണ് ഇതുപോലത്തെ സാപ്രോഫൈറ്റുകൾ വളരുന്നത്. സ്മോൾ ലൈഫ് സ്പാൻ, അതായത് ആയുർദൈർഘ്യം വളരെ കുറവാണ്, അധികം നാൾ ജീവിക്കില്ല, കുറച്ച് നാളെ ജീവിക്കുള്ളൂ. ഉദാഹരണങ്ങളാണ് നിയോട്ടിയ, മോണോട്രോപ്പ. മഷ്റൂംസ് pooping up like umbrellas are a familiar sight. They also belonging to this group of fungi. അതായത് ഈ മഷ്റൂമുകൾ കണ്ടിട്ടുണ്ടാവും, ഈ അംബർല ആകൃതിയിൽ, അത് കുട പോലത്തെ, തൊപ്പിക്കുട പോലെ ഇരിക്കുന്ന ഷേപ്പുള്ള മഷ്റൂമുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇവയാണ് മഷ്റൂമുകൾ എന്ന് പറയുന്നത്. ഇവയെല്ലാം സപ്രോഫൈറ്റ് എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് ഇത്തരം ഫംഗസുകൾ. അപ്പോൾ ഫംഗസുകളും സപ്രോഫൈറ്റ് വിഭാഗത്തിൽ പെടുന്നവയാണ്. നമ്മൾ ബ്രെഡ് കുറച്ച് നാൾ ഒരു വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് 2 ദിവസം പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു പൂപ്പൽ പോലത്തെ, ഫംഗസ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ പൊന്തി വരുന്നത് കാണാം. ഇവയാണ് സാപ്രോഫൈറ്റുകൾ. അതായത് ബ്രെഡിലൊക്കെ കാണപ്പെടുന്ന 2 ദിവസമൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗസ് പോലത്തെ, അല്ലെങ്കിൽ പിക്കിളിലൊക്കെ, അച്ചാറിലൊക്കെ ഒരു തരം ഫംഗസൊക്കെ തന്നെ ഉണ്ടാവുന്നുണ്ട്. ജീർണിച്ച വസ്തുക്കളിൽ നിന്ന് സ്വയം ഉണ്ടാവുന്ന, അതായത് ഗ്രോ ചെയ്യുന്ന പ്ലാന്റുകളാണ് സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫംഗസൊക്കെ സാപ്രോഫൈറ്റിന് ഉദാഹരണമാണ്. ഇവയെ സസ്യ വിഭാഗത്തിൽ പെടുത്താൻ പറ്റില്ല, ബിക്കോസ് ദർ ഇസ് നോ ക്ലോറോഫിൽ പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ ദ സാപ്രോഫൈറ്റ്. സാപ്രോഫൈറ്റിൽ ക്ലോറോഫിൽ പിഗ്മെൻറ്റ് പ്രസൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് അവയെ നമുക്ക് സസ്യ വിഭാഗത്തിൽ, അതായത് ഹരിതസസ്യ വിഭാഗത്തിൽ പെടുത്താൻ പറ്റില്ല. ഇനി നമുക്ക് ഇന്ന് എന്തൊക്കെ പഠിച്ചു എന്ന് നോക്കാം. എന്തൊക്കെ പഠിച്ചു? എപ്പിഫൈറ്റ് എന്താണെന്ന് പഠിച്ചു. എന്താണ് എപ്പിഫൈറ്റ്? എപ്പിഫൈറ്റ്സ് ആർ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോസ് ഓൺ സർഫസ് ഓഫ് എ ഹോസ്റ്റ് പ്ലാന്റ് ഫോർ ഷെൽട്ടർ ഓൺലി. പിന്നെന്താ പഠിച്ചത്? പാരസൈറ്റ് എന്താണെന്ന് പഠിച്ചു. എന്താ പാരസൈറ്റ്? പാരസൈറ്റ്സ് ആർ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോസ് ഓൺ എ സർഫസ് ഓഫ് എ ഹോസ്റ്റ് പ്ലാന്റ് ഫോർ ഫുഡ് ആൻഡ് ഷെൽട്ടർ. അപ്പൊ എപ്പിഫൈറ്റ് ഷെൽട്ടറിന് വേണ്ടി മാത്രമാണ് മറ്റു സസ്യങ്ങൾ ആശ്രയിക്കുന്നത്. അത് ഹാംഫുൾ അല്ല, ഹോസ്റ്റ് പ്ലാന്റിന് ഹാംഫുൾ അല്ല. എന്നാൽ പാരസൈറ്റ് എങ്ങനെയാണ്? ഫുഡിനും ഷെൽട്ടറിനും വേണ്ടി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. അപ്പം അവ ആതിഥേയ സസ്യം അഥവാ ഹോസ്റ്റ് പ്ലാന്റിന് ഹാംഫുൾ ആണ്. ഓക്കെ. പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് ആൻഡ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് with the help of their leaves are known as semi-parasites. പിന്നെ നമ്മൾ പഠിച്ചതാണ് സെമി-പാരസൈറ്റ്സ്. സെമി-പാരസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് വാട്ടറും മിനറൽസും നേരിട്ട് സ്വീകരിക്കുന്നു, എന്നിട്ട് അവരുടെ ഇലകളിൽ വെച്ചിട്ട് അവർ ആഹാരം നിർമ്മിക്കുന്നു. ഇവയാണ് സെമി-പാരസൈറ്റ്സ് എന്ന് പറയുന്ന ഉദാഹരണം പഠിച്ചത് ലോറാന്തസ് പ്ലാന്റ്, ഇത്തിൽക്കണ്ണി. അടുത്തത് നമ്മൾ പഠിച്ചു ടോട്ടൽ പാരസൈറ്റ് എന്താണ്. എന്താ ടോട്ടൽ പാരസൈറ്റ്? ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് നേരിട്ട് ഫുഡ് വലിച്ചെടുക്കുന്ന പ്ലാന്റ്സ് ആണ് ടോട്ടൽ പാരസൈറ്റ്സ് അഥവാ പൂർണ്ണ പരാതങ്ങൾ. ഉദാഹരണം എന്താണ്? മൂടില്ല താളി അഥവാ കസ്ക്യൂട്ട പ്ലാന്റ്. പിന്നെന്ത് പഠിച്ചു? സാപ്രോഫൈറ്റ് എന്താണെന്ന് പഠിച്ചു. എന്താ സാപ്രോഫൈറ്റ്? The plants in which they grow by absorbing nutrients from decomposed matter. Such plants are known as saprophyte. അതായത് ജീർണിച്ച വസ്തുക്കളിൽ നിന്ന് ലവണങ്ങൾ സ്വീകരിച്ച് വളരുന്ന പ്ലാന്റ്സിനെയാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളിലേക്കും പോകാം. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Classify the plants given below on the basis of suitable criteria. Mango tree, Loranthus, Bulbophyllum, mushroom, Sidatali, Cuscuta, Monotropa, Rafflesia, Neotia, sandalwood tree, Wanda, orchid.
നിങ്ങൾ ശരിക്കും ചോദ്യം എഴുതിയെടുക്കുക, വായിച്ചു നോക്കുക, എന്നിട്ട് അത് സ്യൂട്ടബിൾ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, മാംഗോ ട്രീ ഉണ്ട്, ലൊറാന്തസ് പ്ലാന്റ് ഉണ്ട്, ബൾബോഫിലം ഉണ്ട്, മഷ്റൂം ഉണ്ട്, സീതത്താളി ഉണ്ട്, കസ്ക്യൂട്ട ഉണ്ട്, മോണോട്രോപ്പ ഉണ്ട്, റഫ്ലേഷ്യ ഉണ്ട്, നിയോട്ടിയ ഉണ്ട്, സാൻഡൽവുഡ് ട്രീ ഉണ്ട്, വോണ്ട ഉണ്ട്, ഓർക്കിഡ് ഉണ്ട്. കുറേ സസ്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളായിട്ടൊന്ന് ഓർത്ത് നോക്കി. അപ്പോൾ എന്തൊക്കെയായിരിക്കും? എപ്പിഫൈറ്റ്, പാരസൈറ്റ്സ്, സാപ്രോഫൈറ്റ് ആൻഡ് ഹോസ്റ്റ് പ്ലാന്റ്. ഇങ്ങനെ 4 കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യാം. അതിൽ എപ്പിഫൈറ്റ് ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ച എപ്പിഫൈറ്റുകൾ ഏതൊക്കെയാണ്? ഓർക്കിഡ് ഉണ്ട്, പിന്നെ വോണ്ട ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തത് ഇതിൽ പഠിക്കുന്ന പുതിയ 2 സീതത്താളി, പിന്നെ ബൾബോഫിലും. ബൾബോഫിലും സീതത്താളി എപ്പിഫൈറ്റ് ആണ്, അതായത് ഷെൽട്ടറിന് വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ഇതിലേതൊക്കെ പാരസൈറ്റ്സ്? ലൊറാന്തസ് ഉണ്ട്, കസ്ക്യൂട്ട ഉണ്ട്, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, പഠിച്ചു, റഫ്ലേഷ്യ. ഓക്കെ, റഫ്ലേഷ്യ. ഇനി സാപ്രോഫൈറ്റ്സ് ഏതൊക്കെയാണ്? മഷ്റൂം ഉണ്ട്, മോണോട്രോപ്പ ഉണ്ട്, പിന്നെന്താ, നിയോട്ടിയ ഉണ്ട്. ഗുഡ്. അടുത്തത് ഹോസ്റ്റ് പ്ലാന്റ് ഏതൊക്കെയാണ്? അതായത് ഈ ആതിഥേയ സസ്യം, അതായത് ഇത്തരം സസ്യങ്ങൾക്ക് വളരാൻ വേണ്ടിയിട്ട് ഒരു സസ്യമത്തെ ആശ്രയിക്കുന്നുണ്ടല്ലോ, ആ സസ്യങ്ങൾ ഏതൊക്കെയാണ്? മാംഗോ ട്രീ ഉണ്ട്, സാൻഡൽവുഡ് ട്രീ ഉണ്ട്. അപ്പം എല്ലാവരും ഇത് 4 കള്ളി വരച്ച് എല്ലാം വേർതിരിച്ച് ക്ലാസിഫൈ ചെയ്ത് എഴുതുക. ഉത്തരം താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ലൊറാന്തസ്, വോണ്ട ആൻഡ് കസ്ക്യൂട്ട growing on nearby trees started talking about their shelter and food habit. What would each one have to say? Try to write yourself. അതായത് ഇവയെക്കുറിച്ച്, ഇവൻ്റെ ഹാബിറ്റിനെ കുറിച്ച് ഫുഡ് ഹാബിറ്റിനെ കുറിച്ചിട്ട്, എൻ്റെ ഷെൽട്ടറിനെ കുറിച്ചിട്ട് ചെറുതായിട്ടൊരു കുഞ്ഞു നോട്ട് പോലെ എഴുതാം. വോണ്ട, ലൊറാന്തസ് ആൻഡ് കസ്ക്യൂട്ട പ്ലാന്റിനെ കുറിച്ച്. വോണ്ടയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതൊരു കോമൺ ടൈപ്പ് ഓഫ് ഓർക്കിഡ് ആണ്. ദേ ഗ്രോ ഓൺ അനദർ പ്ലാന്റ്. അവയുടെ തിക്ക് റൂട്ടുകൾ ആണ് അന്തരീക്ഷത്തിൽ നിന്ന് മോയ്സ്ചർ സ്വീകരിക്കുന്നത്. ദീസ് പ്ലാന്റ്സ് ക്യാൻ ഗ്രോ ഈവൺ വിത്തൗട്ട് സോയിൽ. മണ്ണിൻ്റെ ആവശ്യമില്ല. ദീസ് പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ അതർ പ്ലാന്റ്സ് ഓൺലി ഫോർ ഷെൽട്ടർ. ഷെൽട്ടറിന് വേണ്ടി മാത്രമാണ് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് എപ്പിഫൈറ്റ്. വോണ്ട എപ്പിഫൈറ്റിന് ഉദാഹരണമാണ്. അടുത്തത് നമുക്ക് കസ്ക്യൂട്ട പ്ലാന്റിനെ കുറിച്ച് എഴുതാം. കസ്ക്യൂട്ട പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പാരസൈറ്റ് അഥവാ പൂർണ്ണപരാഗങ്ങൾക്ക് ഉദാഹരണമാണ്. അതായത് പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് ഫുഡ് ഡയറക്ട്ലി ഫ്രം ഹോസ്റ്റ് പ്ലാന്റ്സ് ആർ ടോട്ടൽ പാരസൈറ്റ്, ദാറ്റ് ഈസ് കസ്ക്യൂട്ട പ്ലാന്റ്. ഇനി ലൊറാന്തസ് പ്ലാന്റോ? Plants that absorb water and minerals from the host plant and prepare their own food with the help of their leaves are known as semi-parasites. അതായത് ജലവും ലവണങ്ങളും ഹോസ്റ്റ് പ്ലാന്റിൽ സ്വീകരിച്ച് സ്വയം ആഹാരം നിർമ്മിക്കുന്നു. ഇതാണ് സെമി പാരസൈറ്റ്സ്. ലൊറാന്തസ് പ്ലാന്റ് സെമി പാരസൈറ്റ് ആണ്. കസ്ക്യൂട്ട പ്ലാന്റ് ഒരു ടോട്ടൽ പാരസൈറ്റ് ആണ്. വോണ്ട ഒരു എപ്പിഫൈറ്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, will the presence of epiphyte affect host plants adversely? അതായത് എപ്പിഫൈറ്റുകൾ ഹോസ്റ്റ് പ്ലാന്റിന് ദോഷകരമാണോ ഗുണകരമാണോ ചെയ്യുന്നത്? ദോഷകരം ആവില്ല അല്ലേ? ദോഷത്തിനും പോവില്ല, ഒരു ഗുണത്തിനും പോവില്ല. അതായത് ഒരു താങ്ങിന് വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ആണ് എപ്പിഫൈറ്റുകൾ. അപ്പോൾ എന്താണ് ആൻസർ? The presence of epiphyte affect host plant adversely? No, because epiphytes are plants that grows on surface of a host plant for shelter. Fourth question, haven't you seen the Loranthus that grows on the mango tree? Is the growth of Loranthus on mango tree beneficial? Why?
ബെനിഫിഷ്യൽ ആണോ ലൊറാന്തസ് പ്ലാന്റ് മാംഗോ ട്രീയിൽ വളരുന്നത്? അല്ല. ബിക്കോസ് ഈവൻ ദോ ലൊറാന്തസ് ഹാസ് ലീവ്സ് ആൻഡ് റൂട്ട്സ്, ഇറ്റ് പ്രിപ്പയർസ് ഫുഡ് അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. അതായത് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് ജലവും ലവണങ്ങളും സ്വീകരിച്ച് സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അപ്പോൾ അത് ഹോസ്റ്റ് പ്ലാന്റിന്, അതായത് ആതിഥേയ സസ്യത്തിന് ബെനിഫിഷ്യൽ അല്ല, ഗുണകരമല്ല. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, Cuscuta is a light yellowish green climber which spreads over a plant. Does this climber bring any harm to the host plant? ഈ കസ്ക്യൂട്ട, അതായത് മുല്ലത്താളി, ഒരു യെല്ലോവിഷ് കളറുള്ള ഒരു പടർന്നു പിടിക്കുന്ന ഒരു വള്ളി പോലെ പടർന്നു പിടിക്കുന്ന ഒരു ചെടിയാണ്. അവ ഹോസ്റ്റ് പ്ലാന്റ് അഥവാ ആതിഥേയ സസ്യത്തിന് ഹാംഫുൾ ആണോ? യെസ്, ഹാംഫുൾ ആണ്. കാരണം ദിസ് ക്ലൈംബർ ബ്രിങ് ഹാം ടു ദ ഹോസ്റ്റ് പ്ലാന്റ് ബിക്കോസ് ദീസ് പ്ലാന്റ്സ് അബ്സോർബ് ഫുഡ് ഡയറക്ട്ലി ഫ്രം ഹോസ്റ്റ് പ്ലാന്റ്. അതായത് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് നേരിട്ട് ഫുഡ് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് കസ്ക്യൂട്ട പ്ലാന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ലൊറാന്തസ് പ്ലാന്റ് ആൻഡ് കസ്ക്യൂട്ട പ്ലാന്റ്. ലൊറാന്തസ് പ്ലാന്റും കസ്ക്യൂട്ട പ്ലാന്റും തമ്മിൽ വ്യത്യാസം എന്താണ്? ലൊറാന്തസ് പ്ലാന്റ് ഈസ് എ സെമി പാരസൈറ്റ്, കസ്ക്യൂട്ട പ്ലാന്റ് ഈസ് എ ടോട്ടൽ പാരസൈറ്റ്. ലൊറാന്തസ് പ്ലാന്റ് വാട്ടറും മിനറൽസും ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് വലിച്ചെടുത്ത് അതിൻ്റെ ഇലകളിൽ വെച്ചിട്ട്, ലൊറാന്തസ് പ്ലാന്റിൻ്റെ ഇലകളിൽ വെച്ചിട്ട് തന്നെ സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതുകൊണ്ടാണ് ഇവയെ സെമി പാരസൈറ്റ് എന്ന് പറയുന്നത്. അവ ഹാംഫുൾ ആണ്. എന്നാൽ കസ്ക്യൂട്ട പ്ലാന്റ് ഫുഡ് നേരിട്ട് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അതിനാൽ അവയെ ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ലൊറാന്തസ് പ്ലാന്റും കസ്ക്യൂട്ട പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.